എക്സാലോജിക് CMRL ഇടപാട് അതിൽ SFIO നൽകിയ റിപ്പോർട്ടിൽ പ്രതിരോധത്തിലായിരിക്കുകയാണ് മുഖ്യമന്ത്രി. പണം നൽകിയത് എക്സാലോജിക്കുമായി ബന്ധമുള്ള പ്രമുഖ വ്യക്തിക്കെന്നാണ് സത്യവാങ്മൂലം പറയുന്നത്. രാഷ്ട്രീയ നേതാവിന് കൈക്കൂലി കിട്ടിയോ എന്ന പരിശോധന വിരൽ ചൂണ്ടുന്നത് മുഖ്യമന്ത്രിക്ക് നേരെയാണ്. അതേസമയം CMRLനെതിരായ ഗുരുതര പരാമർശങ്ങളിൽ NIA അന്വേഷണത്തിനും സാധ്യത തെളിയുന്നുണ്ട്. എക്സാലോജിക്കും CMRLുമായുള്ള ദുരൂഹ സാമ്പത്തിക ഇടപാടുകളിലാണ് SFIO അന്വേഷണം നടക്കുന്നത്. നമുക്കറിയാം. തിരുവനന്തപുരത്ത് നിന്ന് പ്രജിത് മോഹനനും ഒപ്പം കൊച്ചിയിൽ നിന്ന് രേഷ്മ ബാബുവും വിവരങ്ങളുമായി ചേരുകയാണ്. പ്രജിത്ത്, ഇത് ഈ റിപ്പോർട്ട് നൽകിക്കഴിഞ്ഞ ഈ റിപ്പോർട്ടിലുള്ള ചില കാര്യങ്ങളിൽ ചില സൂചനകളിലേക്ക് നമ്മൾ പോകുമ്പോൾ അതെല്ലാം ഈ രാഷ്ട്രീയ നേതാവിനെ ചുറ്റിപ്പറ്റിയുള്ള പരാമർശങ്ങളാകട്ടെ, എങ്ങനെ ഈ കൈക്കൂലിയിലേക്ക് വന്നു, ഈ പ്രമുഖ വ്യക്തി ആരാണ് തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ ബാക്കി നിൽക്കുമ്പോൾ അതെല്ലാം ഒരുപക്ഷെ ഇതുവരെയുള്ള അന്വേഷണ പുരോഗതിയും ഒക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ അതൊക്കെ എത്തിച്ചേർന്ന് നിൽക്കുന്നത് മുഖ്യമന്ത്രിയിലേക്കാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വീണ, അങ്ങനെ തന്നെ പറയേണ്ടി വരും. കാരണം ആദ്യഘട്ടം മുതൽ മുഖ്യമന്ത്രിയും CPM ഒക്കെ പറയുന്ന നിലപാടുകൾക്ക് അല്ലെങ്കിൽ അവരുടെ പ്രതിരോധങ്ങൾക്കൊക്കെ പൊളിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. പ്രത്യേകിച്ച് SFIO അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഡൽഹി ഹൈക്കോടതിയിൽ നൽകിയിരിക്കുന്ന ഈ സുപ്രധാനമായിട്ടുള്ള വെളിപ്പെടുത്തലുകൾ, ഈ റിപ്പോർട്ടിലെ പരാമർശങ്ങളെല്ലാം തന്നെ മുഖ്യമന്ത്രിക്ക് തിരിച്ചടിയാകുകയാണ്. പ്രധാനപ്പെട്ട കാര്യം ഒന്ന്, മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയും CMRLും നടത്തിയിട്ടുള്ള ദുരൂഹ ഇടപെടലുകൾ എന്നുള്ള വിമർശനം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള പരാമർശങ്ങൾ, ഒപ്പം കാലിക്കുറ്റീറ്റ കുംഭകോണം പോലെയുള്ള വ്യാജ ബില്ലുകൾ ചമച്ചുകൊണ്ടുള്ള സാമ്പത്തിക ഇടപാടുകൾ, 184 കോടിയുടെ ഇടപാടുകൾ, അത് ദുരൂഹമാണ്. ഈ പണം പോയിരിക്കുന്നത് എക്സാലോജിക്കുമായി ബന്ധമുള്ള ഏറ്റവും ഉന്നതനായ ഒരു വ്യക്തിയിലേക്കാണ്. ഉന്നത രാഷ്ട്രീയ നേതാവിന് കൈക്കൂലി ലഭിച്ചിട്ടുണ്ടോ എന്ന രീതിയിലുള്ള പരിശോധനകൾ നടക്കുകയാണെന്നും SFIO വ്യക്തമാക്കുമ്പോൾ, മുൻപ് ഈ CMRL കമ്പനി രേഖകളിലെ PV എന്നുള്ള പരാമർശം കൂടി നമ്മൾ ഈ കൂട്ടത്തിൽ ചേർത്ത് വായിക്കണം. എല്ലാം കൂടി ചേർത്ത് വായിക്കുമ്പോൾ വിരൽ ചൂണ്ടുന്നത് കൃത്യമായി മുഖ്യമന്ത്രിയിലേക്ക് തന്നെയാണ് എന്ന് പറയേണ്ടി വരും. അതിലേറ്റവും ശ്രദ്ധേയമായ കാര്യം, ഭീകര സംഘടനകൾക്ക് അനുകൂല നിലപാട് സ്വീകരിക്കുന്നവർക്ക് വരെ പണം നൽകിയിട്ടുണ്ടെന്ന് പറയുന്ന ഒരു സ്ഥാപനവുമായി മുഖ്യമന്ത്രിയുടെ മകൾ ഇത്ര നിയമവിരുദ്ധമായിട്ടുള്ള സാമ്പത്തിക ഇടപാടുകൾ നടത്തി എന്നുള്ള ഒരു ഗുരുതരമായ സാഹചര്യം കൂടി അതിലുണ്ട്. മുൻപ് നിയമസഭയിലടക്കം ഈ കൈകൾ ശുദ്ധമാണ്, ഈ ആരോപണങ്ങളെയെല്ലാം വളരെ പരിഹസിച്ച് തള്ളുന്ന, ചിരിച്ചു തള്ളുന്ന മുഖ്യമന്ത്രിയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ആ നിലപാടിനെ അതെങ്ങനെ സ്വീകരിക്കാൻ കഴിയില്ല. പ്രത്യേകിച്ച് അദ്ദേഹം മറുപടി പറയേണ്ടി വരും. ഏറ്റവും പ്രസക്തമായ ചോദ്യം, ഭീകര സംഘടനകളുമായി അനുകൂലപ്പെട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ അതിനെ അനുകൂലിക്കുന്ന ആളുകൾക്ക് പണം നൽകി എന്ന് പറയുന്ന ഒരു സംഘടന, ഒരു സ്ഥാപനം, ആ സ്ഥാപനവുമായി മുഖ്യമന്ത്രിയുടെ മകൾക്ക് വഴി നടത്തിയിരിക്കുന്ന ഈ ഇടപാടുകൾ അതെന്തിനു വേണ്ടിയാണ് എന്നുള്ള ചോദ്യമാണ്. അതിന് കൃത്യമായ മറുപടി മുഖ്യമന്ത്രി നൽകേണ്ടി വരും. അതോടൊപ്പം തന്നെ CPMും നേരത്തെ സ്വീകരിച്ച നിലപാടുകൾ വിഴുങ്ങേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ വിവാദങ്ങൾ ഉണ്ടായ സമയത്ത് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് തന്നെ സ്വീകരിച്ചൊരു നിലപാടുണ്ട്. ഈ CMRLും എക്സാലോജിക്കും തമ്മിൽ നടന്നത് ഒരു രണ്ട് കമ്പനികൾ തമ്മിൽ നടക്കുന്ന സാധാരണ സാമ്പത്തിക ഇടപാട് മാത്രമാണെന്നായിരുന്നു അന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന സെക്രട്ടറിയും ഒക്കെ സ്വീകരിച്ച നിലപാട്. ഇപ്പോൾ അതിൽ ദുരൂഹത ആരോപിക്കുന്നു. വഴിവിട്ട ഇടപെടലാണെന്ന് SFIO കണ്ടെത്തിയിരിക്കുന്നു. വ്യാജ ബില്ലുകൾ ചമച്ചെന്ന് കണ്ടെത്തിയിരിക്കുന്നു. 184 കോടിയുടെ ഇടപാടുണ്ടായിട്ടുണ്ടെന്ന് കണ്ടെത്തിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ ആ സംഘടന നേരത്തെ പറഞ്ഞ ഭീകര സംഘടനകളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് പണം എന്നുള്ളൊരു കണ്ടെത്തൽ കൂടി അന്വേഷണ ഏജൻസി മുന്നോട്ട് വയ്ക്കുമ്പോൾ CPM ഇനി എന്ത് പറയുമെന്നുള്ള ചോദ്യമുണ്ട്. കഴിഞ്ഞ സമ്മേളന കാലയളവ് മുഴുവൻ വലിയ പ്രതിരോധത്തിൽ CPM ആയിരുന്നു. പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ മകൾക്കുമെതിരെയുള്ള വിമർശനങ്ങളിൽ ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങളൊക്കെ പ്രാദേശിക തലങ്ങളിലടക്കം വലിയ ചർച്ചകളായിട്ടുണ്ട്. ബ്രാഞ്ച് സമ്മേളനങ്ങൾ മുതൽ ലോക്കൽ ഏരിയ സമ്മേളനങ്ങളും ഈ വിഷയങ്ങളൊക്കെ പലയിടത്തും ചൂണ്ടിക്കാട്ടപ്പെട്ടിരുന്നു. സർക്കാരിൻ്റെ വീഴ്ചകൾ എടുത്ത് കാട്ടപ്പെട്ടിരുന്നു. അപ്പോൾ അതിന് പിന്നാലെ ഈ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട, രാജ്യത്തെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി എന്ന രാജ്യത്തെ പ്രമുഖമായിട്ടുള്ള ഇത്തരം വിഷയങ്ങൾ അന്വേഷിക്കുന്ന ഒരു സംവിധാനം തന്നെ ഇതിൽ ഒരു നിലപാട് ഒരു കോടതിയിൽ പറഞ്ഞിരിക്കുന്നു. ദുരൂഹമാണ്, ഇതിൽ കൂടുതൽ പരിശോധനകൾ ആവശ്യമാണെന്നുള്ള കൂടുതൽ സാഹചര്യം വ്യക്തമാക്കിയിരിക്കുന്നു. അങ്ങനെ വരുമ്പോൾ ജില്ലാ സമ്മേളനങ്ങൾ തുടങ്ങിയിരിക്കുകയാണ്. കൊല്ലം ജില്ലാ സമ്മേളനത്തിലും സർക്കാരിനെതിരെ വലിയ രൂക്ഷ വിമർശനമുണ്ട്. ഇതിന് അടുത്ത തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിലേക്ക് CPM, തിരുവനന്തപുരം വയനാട് ജില്ലാ സമ്മേളനങ്ങളിലേക്ക് CPM കടക്കുകയാണ്. അപ്പോൾ ഈ ജില്ലാ സമ്മേളനങ്ങളും വലിയ വിമർശനം മുഖ്യമന്ത്രിക്കും ഈ എക്സാലോജിക്ക് CMRL വിവാദവുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരേക്കുള്ള ഈ ആരോപണങ്ങളിലും ഒക്കെ ഉയർന്നു വരാം. അങ്ങനെ CPMും മുഖ്യമന്ത്രിയും വിഷയത്തിൽ കൂടുതൽ പ്രതിരോധത്തിൽ പോവുകയാണ്. ഇത്രയും കാലം പറഞ്ഞ മറുപടികൾ, നിലപാടുകൾ ഒന്നും തന്നെ സ്വീകരിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല. പ്രത്യേകിച്ച് ഈ പണമിടപാട് നടത്തിയത് ഒരു ഉന്നത രാഷ്ട്രീയ നേതാവിന് വേണ്ടിയാണ് എന്ന രീതിയിലുള്ള പരാമർശം SFIയുടെ ഭാഗത്തു നിന്ന് വരുമ്പോൾ അതിൽ അന്വേഷണം നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം
കൃത്യമായി പറയുമ്പോൾ മുഖ്യമന്ത്രിക്ക് നേരെ വിരൽ ചൂണ്ടിയിരിക്കുകയാണ് അന്വേഷണ ഏജൻസി. ഇനി എന്താണ് CPM-നും മുഖ്യമന്ത്രിക്കുമൊക്കെ പറയാനുള്ളത്, അല്ലെങ്കിൽ പ്രതിരോധം തീർക്കാനുള്ളത് എന്നുള്ളൊരു ചോദ്യം അത് സജീവമായി ഉയരുകയാണ്. നിലവിലത്തെ സാഹചര്യത്തിൽ എന്ത് പ്രതിരോധം സർക്കാരും മുഖ്യമന്ത്രിയും CPM ഒക്കെ തീർക്കുമെന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് തന്നെ കാണേണ്ടതുമാണ്. വീണ, കൊച്ചിയിൽ നിന്ന് രേഷ്മ കൂടി ചേരുന്നുണ്ട്. രേഷ്മ, ഈ CMRനെതിരായ NIA അന്വേഷണത്തിന് കൂടിയുള്ള സാധ്യതകൾ തെളിയുന്നൊരു സാഹചര്യമുണ്ടല്ലോ. ഈ NIA അന്വേഷണം കൂടി ശക്തമായി കഴിഞ്ഞാൽ മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണയ്ക്കും അതിനിർണായകം തന്നെയല്ലേ? അതെ ദേവിക, കഴിഞ്ഞ ദിവസമാണ് SFIO ഒരു ഗുരുതരമായിട്ടുള്ള പരാമർശങ്ങൾ, അതായത് ഡൽഹി ഹൈക്കോടതിയിൽ CMRനെതിരായിട്ടുള്ള ഗുരുതര പരാമർശങ്ങൾ SFIO ഉന്നയിച്ചത്. അതായത് ഭീകരവാദ ബന്ധമുള്ളവർക്ക് പണം നൽകിയതായിട്ട് സംശയിക്കുന്നു എന്നുള്ളതായിരുന്നു സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ഡൽഹി ഹൈക്കോടതിയെ അറിയിച്ചത്. ഇത് തന്നെയാണ് NIA അന്വേഷണത്തിന് സാധ്യത തെളിക്കുന്നതും. അതായത് നിലവിൽ ഈ ഭീകരവാദ ബന്ധമുള്ള കേസുകളൊക്കെ തന്നെ അന്വേഷിക്കാനുള്ള അധികാരം ദേശീയ അന്വേഷണ ഏജൻസിക്കാണ്. അതുകൊണ്ട് തന്നെ CMRലുമായി ബന്ധപ്പെട്ട് ഏകദേശം 132 കോടി രൂപയുടെ ദുരൂഹ സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ട്. അതായത് ഈ 132 കോടി രൂപയെ CMRൽ നികുതി കണക്കുകളിലൊന്നും തന്നെ ഉൾപ്പെടുത്താതെയാണ് ഇടപാട് നടത്തിയിരിക്കുന്നത്. അതുമാത്രമല്ല, ഈ CMRലും മുഖ്യമന്ത്രിയുടെ മകൾ വീണയുടെ കമ്പനിയായിട്ടുള്ള എക്സലോജിക്കുമായിട്ട് നടന്ന 1.72 കോടി രൂപയുടെ ഇടപാടും, ഇതിൽ സേവനം കൈപ്പറ്റാതെയാണ് വീണയുടെ കമ്പനിക്ക് CMRൽ ഈ 1.72 കോടി രൂപ നൽകിയത്. ഇതിലും അന്വേഷണം പൂർത്തിയായിട്ടുണ്ട്. അതിനിടയിൽ തന്നെയാണ് ഈ CMRൽ നൽകിയ ഹർജിയിൽ ഇത്തരമൊരു ഭീകരവാദ ബന്ധം സംശയിക്കുന്നതായിട്ടുള്ള ഒരു നിലപാട് SFIO അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ NIA ഈ കേസ് ഏറ്റെടുക്കുമോ എന്നുള്ളതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. എന്തായാലും SFIO കണ്ടെത്തിയിട്ടുള്ള നിർണായകമായിട്ടുള്ള വിവരങ്ങൾ ആവശ്യമെങ്കിൽ ദേശീയ അന്വേഷണ ഏജൻസി ശേഖരിക്കുകയും ചെയ്യും. ഭീകരവാദ ബന്ധമുള്ള ഏതൊക്കെ സംഘടനകൾക്കാണ് ഈ പണം കൈമാറിയിട്ടുള്ളത്, അല്ലെങ്കിൽ ഭീകരവാദ പ്രവർത്തനത്തെ അനുകൂലിക്കുന്ന ഏതൊക്കെ വ്യക്തികൾക്കാണ് ഇത്തരത്തിൽ കരിമണൽ കമ്പനിയായിട്ടുള്ള CMRൽ പണം കൈമാറിയിട്ടുള്ളത്, ഈ രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഫണ്ട് ഉപയോഗിക്കുമെന്ന് അറിയാതെയാണോ അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ടാണോ ഇത്തരത്തിൽ ഈ പണം കൈമാറിയത് തുടങ്ങിയ വിശദാംശങ്ങളാണ് ഇനി പരിശോധിക്കേണ്ടത്. എന്തായാലും അക്കാര്യത്തിലുള്ള അധികാരമുള്ളത് നിലവിൽ NIAക്കാണ്. എന്തായാലും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണ് NIA അന്വേഷണത്തിന് ഉത്തരവിറക്കേണ്ടത്. നിലവിൽ SFIO കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയത്തിന് റിപ്പോർട്ട് നൽകുകയും ചെയ്തിട്ടുണ്ട്. ആ റിപ്പോർട്ട് കൂടി പരിശോധിച്ചതിന് ശേഷമായിരിക്കും ആവശ്യമെങ്കിൽ ദേശീയ അന്വേഷണ ഏജൻസിയെ അന്വേഷണത്തിന് ചുമതലപ്പെടുത്തിക്കൊണ്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഉത്തരവിറക്കുക. എന്തായാലും മുഖ്യമന്ത്രിയെ സംബന്ധിച്ചാണെങ്കിലും വീണയെ സംബന്ധിച്ചാണെങ്കിലും ഒരു പ്രതിക്കൂട്ടിലാക്കുന്ന ഒരു ആരോപണം തന്നെയാണ് CMRലുമായി ബന്ധപ്പെട്ട് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് കഴിഞ്ഞ ദിവസം ഡൽഹി ഹൈക്കോടതിയിൽ നടത്തിയത്. ഈ ഒരു രാഷ്ട്രീയ നേതാവിന് പണം കൈമാറിയതായിട്ട് സംശയിക്കുന്നു എന്നുള്ളതാണ് നിലവിൽ പറഞ്ഞിട്ടുള്ള ഒരു ആക്ഷേപം. എന്തായാലും ഇതൊരു കുംഭകോണ മാതൃകയിലാണ് ഇത്തരത്തിൽ പണം കൈമാറ്റം നടന്നിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് വിശദമായിട്ടുള്ള അന്വേഷണം തങ്ങൾ നടത്തിയതായിട്ടും SFIO ഡൽഹി ഹൈക്കോടതി അറിയിച്ചിട്ടുണ്ട്. എന്നാലും ഇതടക്കമുള്ള വിശദാംശങ്ങൾ ഒരു പക്ഷേ NIA പ്രാഥമികമായിട്ട് തേടാനും സാധ്യതയുണ്ട്. അന്വേഷണ ഉത്തരവ് ഇറങ്ങിയതിനു ശേഷം മാത്രമേ ഔദ്യോഗികമായിട്ട് NIAക്ക് ഈ കേസ് ഏറ്റെടുക്കാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും ദേവിക സൂചിപ്പിച്ചതുപോലെ തന്നെ മുഖ്യമന്ത്രിയെ സംബന്ധിച്ചാണെങ്കിലും അതോടൊപ്പം തന്നെ വീണ വിജയനെ സംബന്ധിച്ചാണെങ്കിലും ഈ CMRലുമായി ബന്ധപ്പെട്ട് ഏത് വിധത്തിൽ ഇനി ഏതൊരു കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം ഉണ്ടായാലും പ്രത്യേകിച്ച് NIA അന്വേഷണം വരികയാണെങ്കിൽ അതൊരു വലിയ രീതിയിൽ ഒരു പ്രതിസന്ധി ഉണ്ടാക്കുകയും ചെയ്യും. ശരി.